ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചിക്കൻ റോളാണ് ആൻഡ് ഇറ്റ്സ് വെരി ഈസി ടു മേക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അമ്മയ്ക്ക് റെസ്റ്റ് കൊടുക്കാൻ ഞാൻ ഉണ്ടാക്കാമെന്ന്. അത് ഓൾറെഡി ഞാൻ ഒരു തവണ പരീക്ഷിച്ച് നോക്കിയത്, അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടെ അത് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ ഒട്ടും ലേറ്റ് ആക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഫുൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ നമുക്ക് ഫുൾ ചിക്കൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല, നമുക്ക് ആകെ ബ്രസ്റ്റ് പാർട്ടിൻ്റെ മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. അപ്പം ഞാനിവിടെ 2 പീസ് ബ്രസ്റ്റ് പാർട്ടിന് സെയിം അതിനെ വീണ്ടും സ്ലൈസ് ചെയ്ത് ലെയർ ഒന്നും കൂടെ തിക്നെസ് കുറച്ചിട്ടാണ് എടുക്കുന്നത്. എന്നാലാണ് മസാലയൊക്കെ നന്നായിട്ട് നമുക്ക് പുരട്ടി നല്ല ടേസ്റ്റിൽ കിട്ടുള്ളൂ, വേവുള്ളൂ. അതാണ് മെയിനായിട്ട് നോക്കേണ്ടത്. നമ്മളിനി ഇതിലേക്ക് മസാലയായിട്ട് ചേർക്കാൻ പോണ ഉപ്പും മഞ്ഞൾപ്പൊടി, റെഡ് ചില്ലി പൗഡർ, അത് നിങ്ങളുടെ എരിവിനനുസരിച്ച്, പിന്നെ ഗരം മസാല, പിന്നെ മല്ലിപ്പൊടി. ഞാനിവിടെ കുറച്ച് ഓയിലാണ് മിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കേർഡോ അല്ലെങ്കിൽ ലെമൺ ഒക്കെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. പക്ഷേ ഞാനിവിടെ യൂസാക്കുന്ന വെറും എണ്ണ മാത്രമാണ്. പിന്നെ കുറച്ച് വെള്ളം യൂസാക്കുന്നുണ്ട്. ഒരു കൺസിസ്റ്റൻസി, ഒരു ലൂസ് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യണേ. എന്നിട്ട് നമ്മളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ചിക്കനിലേക്ക് ഇത് പിടിപ്പിക്കണം നന്നായിട്ട്. എന്നിട്ടൊരു 45 to 1 hour മാക്സിമം നമ്മൾ വെക്കണം. എന്നാൽ മാത്രമാണ് ആ ഒരു ടേസ്റ്റ്, ആ ഫ്ലേവറൊക്കെ പിടിക്കുകയുള്ളൂ. അപ്പോൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് വേണ്ടത്ര ഗോതമ്പ് മാവ് എടുക്കുക. ഇപ്പം ഞാനും അമ്മ മാത്രമേ ഉള്ളൂ, അപ്പോൾ അതിനനുസരിച്ചുള്ള ചപ്പാത്തിയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 2 സ്പൂണോ 3 സ്പൂണോ ആഡ് ചെയ്തിട്ട് അതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കുറച്ച് ഉപ്പ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സ്പൂണോ അല്ലെങ്കിൽ 2 സ്പൂണോ ഓയിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കുഴച്ച് വെച്ചിട്ട് ഞാൻ എപ്പോഴും ചെയ്യാറെന്താ വെച്ചാൽ എണ്ണ പുരട്ടി വയ്ക്കും. ഈ എണ്ണ പുരട്ടി വെച്ച് അടച്ച് വെച്ച് ഒരു മാക്സിമം ഒരു 2 hours എങ്കിലും ഞാൻ വയ്ക്കും. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ നന്നായി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കുറച്ച് എണ്ണ പുരട്ടി വയ്ക്കുന്നത്. അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം, അതല്ല നിങ്ങൾ യൂഷ്വൽ രീതിയിൽ എങ്ങനെയാണോ ചെയ്യാറ് അങ്ങനെയും ചെയ്യാം, യാതൊരു പ്രശ്നമില്ല. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ മെയിൻ എന്ന് പറയുന്നത് മയോണൈസാണ്. മയോണൈസിന് നമുക്ക് വേണ്ടത് 2 മുട്ടയാണ് കേട്ടോ. ഞാനിവിടെ 2 മുട്ടയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണേൽ 2 or 3 ഒക്കെ എടുക്കാം, നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട്. അത് ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ തൊട്ടപ്പുറത്ത് ഞാൻ ദോശക്കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ 1 hour കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അത് ഫ്രൈ ചെയ്യാൻ വേണ്ടി വയ്ക്കുക. ഒട്ടും ധൃതി വേണ്ട, ലോ ഫ്ലെയിമിൽ, അതായത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ച് നന്നായിട്ട് ഫ്രൈ ആക്കുക. ഒരുപാട് ടൈം എടുക്കും, ഈ ഫ്രൈ ആയി കിട്ടാൻ തന്നെ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ നമുക്ക് വേണ്ടത് പേഷ്യൻസാണ്. പിന്നെ ഒരുപാട് കരിയിക്കാതിരിക്കുക. അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാലാണ് എപ്പോഴും കരിയാറ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. എപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വേവിച്ചതിന് ശേഷം ഫ്ലെയിം കൂട്ടിയിട്ട് ഒന്ന് നന്നായി ഡീപ്പ് ഫ്രൈ ചെയ്യുക. അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ ഞാനിതെല്ലാം തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിച്ച് കൊടുക്കണം. അതുപോലെ തന്നെ ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ, അതായത് നമ്മുടെ ചട്ടി ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ഓയിൽ ഇട്ട് കൊടുക്കുക. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് വേവിച്ച് വെച്ച മുട്ടയുടെ തോട് പൊളിച്ച് ജാറിലേക്ക് ഇടുക. അതിനുശേഷം കുറച്ച് ബ്ലാക്ക് പെപ്പർ, അതിപ്പോൾ നിങ്ങൾക്ക് മണികളായിട്ടാണുള്ളത് വെച്ചാൽ അതിടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊടിയായിട്ട് ഇടാം കേട്ടോ. എന്നിട്ട് കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ. പ്രത്യേകം ശ്രദ്ധിക്കുക, കോക്കനട്ട് ഓയിൽ യൂസ് ആക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ബ്ലെൻഡ് ചെയ്ത് കിട്ടുമ്പോൾ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോഴേക്കും എൻ്റെ അമ്മ കയറി വന്നു, എന്താ നീ ഇത്ര നേരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം അടുക്കളയിൽ എന്ന് വെച്ചാൽ കുറേ നേരമായി ഞാൻ അടുക്കളയുടെ ഉള്ളിൽ. സോ അതെല്ലാം കണ്ട് പിന്നെ അമ്മയായി സവാള അരിയൽ. സവാള ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റാണ്, അതില്ലാത്തൊരു റോളില്ല. ആൻഡ് ദെൻ ഫൈനലി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ നമ്മൾ നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്യാം, നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഫുൾ ചിക്കൻ മൊത്തം കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഷ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം തന്നെ എൻ്റെ വായിൽ ഭയങ്കരമായിട്ട് വെള്ളം ഊറുന്നുണ്ട് ഇത് കാണുമ്പോൾ തന്നെ. എനിക്ക് വീണ്ടും കഴിക്കാൻ തോന്നുക. അപ്പോൾ നമ്മൾ നന്നായിട്ട് പിച്ചി കൊടുക്കുക. അപ്പോൾ ഒരു തിക്നെസ് ഉണ്ടാവില്ല, ഇങ്ങനെ
ഭയങ്കര വലിയ വലിയ പീസുകളൊക്കെ ചെറുതാക്കുക. എന്നാലാണ് നമുക്ക് റോളിൽ അത് വെക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം ഒരു ചപ്പാത്തി എടുക്കുക, അതിലേക്ക് നമ്മൾ മയണൈസ് നന്നായിട്ട് പുരട്ടി കൊടുക്കുക. ശേഷം നമ്മൾ ഈ ഷ്രെഡ് ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്ക് നന്നായിട്ട് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുക. ആക്ച്വലി എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി. ആദ്യം സവാളയാണ് ഇടേണ്ടത്, അതിന് ശേഷമാണ് ചിക്കൻ ഇടുക. ഞാൻ സവാള യൂസ് ആക്കാത്തതുകൊണ്ടാണ്, അതായത് എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ കയറി ചിക്കൻ അതിൽ കൊണ്ടിട്ടത്. പക്ഷെ അത് ചെയ്യാതിരിക്കുക. ആദ്യം സവാള ഇട്ടതിന് ശേഷം ചിക്കൻ ഇടുക, അതിന് ശേഷം വീണ്ടും മയോണൈസ് ഇട്ട് നന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് നന്നായിട്ട് റോൾ ചെയ്യുക. എന്നിട്ട് കഴിക്കുക. ഇനി അമ്മയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം. അപ്പോൾ കണ്ടാലോ? ടേസ്റ്റ് ചെയ്യും. ഇങ്ങോട്ട് വാ, ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി, സ്ക്രീനിൽ വരണ്ട. വാ അമ്മ പിടിച്ചിട്ട് വലിയ വായ എടുക്ക്. ഉറക്കം പറ. ഇനി വേറൊരു കാര്യം, ചപ്പാത്തി ഉണ്ടാക്കിയത് അമ്മയാണ്. കാരണം പിന്നെ എനിക്ക് മടിയായി. വട്ടത്തിൽ ചപ്പാത്തി വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ ചപ്പാത്തി ഉണ്ടാക്കി, ഞാൻ ചുട്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ചപ്പാത്തി അമ്മയാണ് ഉണ്ടാക്കിയത്. ഞാൻ ഇത് ആദ്യം ട്രൈ ചെയ്തത് പൊറോട്ടയിലാണ്, അതുകൊണ്ടാണ് ചപ്പാത്തിയിൽ ഞാൻ പരീക്ഷിച്ച് നോക്കിയത് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ വരുന്നവരെ ടേക്ക് കെയർ. ബൈ ബൈ.